സത്യദൈവത്തിൻ ഏകപുത്രനാം നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരികയെന്നിൽ. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. Even if these 3 men, Noah, Daniel and Job, were in it, they would deliver only themselves by their righteousness, says the Lord God. വേദപുസ്തക കഥാപാത്രങ്ങളിലെ ഏറ്റവും വിശുദ്ധരായ 3 വ്യക്തികളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അദ്ദേഹം നടന്നിരുന്നത് ദൈവത്തോടൊപ്പമായിരുന്നു. ദാനിയേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തടവുകാരനായി ബാബിലോണിൽ എത്തേണ്ടി വന്നു. രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളുമായ ബാലന്മാരെ തെരഞ്ഞെടുത്ത് രാജസേവനത്തിനായി നിയമിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ദാനിയേലും ഉണ്ടായിരുന്നു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരാതെ സൂക്ഷിച്ച വ്യക്തിയാണ് ദാനിയേൽ. ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം തന്നെ സാക്ഷീകരിച്ചു. ഇവർ 3 വിശുദ്ധരും നീതിമാന്മാരുമായിരുന്നു. എങ്കിലും നോഹയ്ക്ക് ജലപ്രളയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൈവം സാക്ഷീകരിച്ച ഇയ്യോബിന് തന്റെ മക്കളെ അവരുടെ വീടിന്റെ വീഴ്ചയിൽ നിന്ന് കൊല്ലപ്പെടാതെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ദാനിയേലിന് തന്റെ സ്വന്തം ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുത്തുവാനും കഴിഞ്ഞില്ല. 14-ാം അധ്യായത്തിന്റെ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് പാപം ചെയ്യുന്ന ദേശത്തിന്മേൽ 4 തരം ന്യായവിധികൾ വരുത്തുമെന്ന് ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ന്യായവിധികൾ ക്ഷാമം, വന്യമൃഗം, വാൾ, മഹാമാരി എന്നിവയാണ്. ഈ ശിക്ഷകൾ ദേശത്തിന്മേൽ വരുത്തുമ്പോൾ ഏറ്റവും നീതിമാന്മാരായ നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ പുരുഷന്മാർ തന്നോട് യാചിച്ചാലും അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുകയില്ല എന്നാണ് ദൈവം അരുളി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ അരുളി ചെയ്തത് എന്നുള്ളതിന്റെ കാരണം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ ജനം മുഴുവനായി പാപം ചെയ്ത് വിഗ്രഹാരാധികളായി തീർന്നു. അവർ അനുതപിച്ച് മടങ്ങി വരുവാൻ വർഷങ്ങളായി പ്രവാചകന്മാരെ അയച്ച് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നിവരെ പോലെ അവർ നീതിയിൽ നിലനിന്നില്ല. ഇസ്രായേൽ ജനം അകൃത്യത്തിൽ നിന്ന് പിന്തിരിയാഞ്ഞതുകൊണ്ട് അവർക്ക് ന്യായവിധി വന്നു ഭവിച്ചു. മനുഷ്യന്റെ അകൃത്യഭാരം വഹിച്ച് യേശു കുരിശിൽ മരിച്ചു. വിശ്വസിച്ചാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. നോഹയും ദാനിയേലും ഇയ്യോബും അവരവരുടെ നീതിയിൽ രക്ഷ പ്രാപിച്ചതുപോലെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നാം നീതീകരണം പ്രാപിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ന്യായവിധിയില്ല. ഒരു ദേശം ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ അവിടെ വന്ന് സംഭവിക്കുന്ന അനർത്ഥത്തിൽ നിന്നും ദൈവം നീതിമാന്മാരെ രക്ഷിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. 34-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രിയമുള്ളവരെ, നീതിമാന്മാരായി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, നോഹയും ദാനിയേലും ഇയ്യോബും ഞങ്ങൾക്ക് ദൃഷ്ടാന്തമായി വെച്ചിരിക്കുമ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളമെന്നും. ഭയം വേണ്ടിനിയും കർത്തൻ കാവലുണ്ട് മരുഭൂയാത്ര കടന്നിടുവാൻ. ഭയം വേണ്ടിനിയും കർത്തൻ കാവലുണ്ട് മരുഭൂയാത്ര കടന്നിടുവാൻ. കനിവിൻ കരങ്ങൾ ദിനം വഴി നടത്തും നിന്നെ അന്ത്യത്തോളം